ഗായ്സ്, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ഡിസംബർ 13 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മളവിടെ കെട്ടെന്ന് പറയുന്നത് ഗൈസ്, അത്യാവശ്യം നല്ല തിരക്കും രാവിലെ തന്നെ ഭയങ്കര ക്രൗഡഡായിട്ട് കുറേ പേര് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കെട്ടുനിറ കഴിഞ്ഞു, അതായത് ഒരുപാട് പേര് കെട്ടുനിറച്ച് കഴിഞ്ഞു, കന്നിസ്വാമികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ കെട്ടുനിറയായിരുന്നു. ആ സമയത്ത് ഞാൻ പോയിട്ട് നെയ്ത്തേങ്ങ നിറച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ നേർച്ചയുണ്ടായിരുന്നു. 2 വർഷമായി ശരിക്കും ഞാൻ നേർന്നിട്ട് 2 വർഷം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം വന്നത്. അതായത് അയ്യപ്പൻ തരണമല്ലോ സമയം, ആ സമയത്തിന് നമുക്ക് എല്ലാം സാധിക്കുള്ളൂ എന്നുള്ളത് ഇവിടെ അർത്ഥമാക്കാൻ തന്നെ സത്യത്തിൽ പറയാം. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് അവരവരുടെ കർത്തവ്യങ്ങൾ വന്ന് ചെയ്യുമായിരുന്നു. അതായത് അരി ഇടുക, പൈസ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇട്ട് കഴിഞ്ഞ ശേഷം കുറച്ചങ്ങോട്ട് മാറി നിന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ പിന്നീട് അവിടെ പോയിരുന്നു. തിരക്ക് പിടിച്ച ദിവസവും എല്ലാവരും ഓരോ ടെൻഷനും സ്ട്രെസ്സിലും വർക്ക് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു കെട്ടുനിറയെന്ന് പറയുന്നത്. കാരണം ഈ സമയത്തിനുള്ളിൽ കഴിയിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതൊന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളെല്ലാം റൗണ്ടായിട്ട് ഇരുന്ന് വർത്തമാനം പറയണം ഗൈസ്. അതിനുശേഷം ഗുരുസ്വാമിയുടെ കെട്ടുനിറയായിരുന്നു. അപ്പോൾ ആളുടെ ഇതിൽ എല്ലാവരും പൈസ ഇടാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ശരണം വിളിയും അങ്ങനത്തെ ഒരു നല്ല വൈബായിരുന്നു സത്യത്തിൽ പറയുന്നത് വെച്ചാൽ. ഇത് ഈ മാസത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. പിന്നെ ഒരു സൈഡ് അന്നദാനം നടക്കുകയാണ്, ഒരു സൈഡ് കെട്ടുന്നത് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അടിപൊളി സദ്യയായിരുന്നു ഗൈസ്. സദ്യയൊക്കെ കഴിച്ചിട്ട് ഇത് പ്രമോദാണ്. അപ്പോൾ അവർ പപ്പടം വെച്ച് കൊണ്ട് പോവാണ്. ഇത് അജിയാണ്. ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത സാധനമാണ് സ്വാമി ശരണം. ഓക്കെ, അതിനുശേഷം നന്നായിട്ടും പായസം വിളമ്പിയിട്ട് നല്ല സൗമ്യത്തോടെ പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 പേര് തിരിച്ചു വന്നു. സാമ്പാർ തന്നപ്പോൾ ഞാൻ വീഡിയോയിൽ അവിടെ ചീത്ത വിളിക്കുമ്പോട്ട് തരില്ല പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ അപ്പോൾ വന്നു, ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ടിരുന്നു. പിന്നെ ഏട്ടൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വൈബായിരുന്നു ഗൈസ്. പിന്നെ അവരെ ഞങ്ങൾ എടുത്തിട്ട് അമ്മമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരമായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അച്ഛൻ പോകാനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾ അടുത്ത ഗെറ്റപ്പിൽ റെഡി ആയിട്ട് അമ്പലത്തിൽ വന്നു ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ഇറങ്ങാൻ ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കെട്ടുതാങ്ങി വരുന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓരോരുത്തരും കെട്ടുതാങ്ങി അമ്പലത്തിൽ വലം വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഏറുതേങ്ങയൊക്കെ എറിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി ഗൈസ്. അപ്പോൾ ഞാനും അമ്മയും വേഗം വീട്ടിൽ പോയി, കാരണം വെള്ളം ഒഴിക്കണം വരുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ഈ കെട്ടുനിറ എന്ന് പറയുമ്പോൾ ഭയങ്കര വിശേഷമായിട്ടുള്ളൊരു ദിവസം. കാരണം എല്ലാവരും ഒരുമിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും പോകുന്ന ഒരു പരിപാടി എന്ന് സത്യത്തിൽ പറയാം. അപ്പോൾ അമ്മ അവിടെ വെള്ളം ഒഴിച്ചിട്ട് എല്ലാവരും കാലിൽ നിന്ന് പ്രാർത്ഥിക്കണം ഗൈസ്. അങ്ങനെ അവരെല്ലാവരും വീട്ടിലവിടെ തന്നെ ബസ് വന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിറയെ ജനങ്ങളും ഒരുപാട് ഭയങ്കര വിശേഷമുള്ള ഒരു ദിവസം തന്നെ സത്യത്തിൽ പറയാം. ഇത്രയും ആൾക്കാരും ജനക്കൂട്ടവും എല്ലാം. അപ്പോൾ എല്ലാവർക്കും അവർക്കുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഫ്രണ്ടിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തേങ്ങയൊക്കെ എറിഞ്ഞിട്ടാണ് പൂക്കുറ്റിയൊക്കെ കൊളുത്തി ഗൈസ്. എന്നിട്ട് ബസ് സ്റ്റാർട്ടായി. അപ്പോൾ എല്ലാവരും അവരോട് വീട്ടുകാരും ഏട്ടൻ, അനിയത്തി, അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ബായ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരിനെ അവിടെ നിന്ന് അയച്ചു വിട്ടു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ബായ് ഗൈസ്.